ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഓണം സീരീസ് പുരോഗമിക്കുന്നു. ഇത് രണ്ടാമത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഓമല്ലൂരിലെ ഭയങ്കര ശബ്ദം. ഇത് ഓമല്ലൂർ സ്പെഷ്യൽ സദ്യയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓമല്ലൂരിലെ സദ്യയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ എനിക്കിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ അവരുടെ വീട് ഇവിടെ തന്നെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പോയി ഡ്രസ്സ് മാറുന്നു, ഡ്രസ്സ് ചെയ്തിട്ട് പുറത്തേക്ക് പോകണം. അപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ടൈപ്പ് ഓഫ് ഒരു സെറ്റ് മുണ്ടുമാണ്. ഇത് നല്ല രസമില്ല. അപ്പം ഇതിൻ്റെ തന്നെ സാരി വേർഷനും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അനുക്കുട്ടിയുടെ ബുട്ടീക്കിൽ അതുണ്ട്. ഇത് ഞാൻ കേരള ഹാൻഡ്ലൂംസിൽ നിന്നാണ് വാങ്ങിച്ചത്. എന്നിട്ട് അനുക്കുട്ടിയുടെ തന്നെ ആഭരണം ഓൺലൈൻ സ്റ്റോറിൽ നിന്നും മാല. അവേ ഈ റോഡിൻ്റെ സൈഡിലതിക്കുന്നത്. ഇത് നല്ല പിച്ചിമോട്ട് പോലെ ബ്യൂട്ടിഫുൾ ഒരു നെക്ക് പീസാണിത്. ഇതാണ് ഞാനിന്ന് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇത് അനുക്കുട്ടിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആഭരണം എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ ഇങ്ങനത്തെ പല പല കാര്യങ്ങളും കാണാം, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടപ്പുറത്താട്ടോ, എന്നാലും കാറിലാണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഇതൊക്കെ തിരിച്ച് അടുത്ത ഡ്രസ് ചേഞ്ചിന് ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങോട്ട് പോകാം, നമ്മുടെ അനിൽ ബ്രദേഴ്സിൻ്റെ കിച്ചണിലേക്ക്. എന്തായാലും സാമ്പാർ ഉണ്ടാക്കാൻ വന്നതാണ്. പക്ഷേ ഉച്ച സമയമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർബന്ധം, അനിൽ കൊച്ചാട്ടൻ്റെ നിർബന്ധം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ സദ്യവട്ടം തന്നെ ഉണ്ട് ഇവിടെ, കഴിച്ചിട്ട് തുടങ്ങാം. ഇതാരാ വിളമ്പാൻ വെക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ അനിൽ കൊച്ചാട്ടിൻ്റെ ഡോട്ടറിലാണ്, അതായത് മകൻ സേതുവിൻ്റെ വൈഫ് വൃന്ദ അല്ലേ. വൃന്ദയുടെ സ്ഥലം ശരിക്കുള്ള പുനലൂർ. ഓക്കെ. അപ്പോൾ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, തോരൻ, അവിയൽ. ഇത് കൂട്ടുകറി അല്ലേ, ഏറ്റവും ഫേമസ് കൂട്ടുകറി, ഇടിച്ചിട്ട കൂട്ടുകറി. ഇതാണ് പത്തനംതിട്ട ഈ ഓമല്ലൂരിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ്. ഇതിൻ്റെ മേക്കിംഗ് എല്ലാം കാണാം കേട്ടോ, ഒന്നും വിടുന്നില്ല, എല്ലാം പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇഞ്ചിക്കറി എൻ്റെ അമ്മയെ എന്താ സ്വാദം. ഇഞ്ചി മാങ്ങയൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, ഇഞ്ചി മാങ്ങയൊക്കെ അടിപൊളി. അതുപോലെ തന്നെ കൂട്ടുകറി. അത് ഈ രീതിയിലുള്ള കൂട്ടുകറി ഒരു സ്ഥലത്തും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സാമ്പാർ കുക്കിങ്ങിലേക്ക് കടക്കുന്നു. അനിലേട്ടൻ്റെ ഒപ്പം ഇവിടെ ഒരാളും കൂടെ ഉണ്ട് സഹായിയായിട്ട്, മിനി ചേച്ചി. അപ്പോൾ ഇന്ന് സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമ്പാർ ഭയങ്കര സ്പെഷ്യലാണല്ലോ അല്ലേ? അതെ, അതിൻ്റെ കാരണം അത് പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ കടുക് വറുത്ത് കഷ്ണമിട്ട് അതൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ ആ കഷ്ണം വേവിക്കുന്നത് തൊമര വേവിച്ച് വെച്ചേക്കുന്ന ആ തൊമര ഉൾപ്പെടെ കാരണം അതിനകത്ത് കഷ്ണം വരത്തില്ല. അപ്പൊ തൊമര നന്നായിട്ട് വെന്തോടെ പേശാവും. അപ്പൊ അതുകൊണ്ട് ഇത് വേവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിന് പച്ചവെള്ളത്തിന്റെ ചുവ വരത്തില്ല, ഒന്നത്. രണ്ട്, ഇങ്ങനെ വഴറ്റി വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് സാമ്പാറിന്റെ രുചി എന്ന് പറയുന്നത് ഒരാളിനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. ഞാൻ സാമ്പാർ കഴിക്കാത്ത ആളാണെങ്കിലും എനിക്ക് പറഞ്ഞു കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇവിടുത്തെ സാമ്പാറിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് തുടങ്ങാം. ഓക്കെ. വഴറ്റിയിട്ട് വേവിച്ച പരിപ്പിന്റെ കൂടെ വീണ്ടും വേവിക്കുന്നത്, അതിലാണ് കഷ്ണം വേകുന്നത്. വെള്ളം ഒഴിക്കുന്നില്ല, അല്ലാണ്ട്. ദാറ്റ്സ് പെക്യൂലിയാരിറ്റി. മസാല കൂട്ടൊക്കെ പച്ചക്കാണോ അത് വറുത്തിടുമോ? മല്ലിമുളകൊക്കെ എല്ലാം പച്ചക്ക് നമ്മൾ ചേർക്കുന്നു. ആദ്യം നമ്മൾ കടുക് വറക്കും. അപ്പൊ സാമ്പാറിന് ആദ്യം പാത്രം വെച്ചു, ചൂടായി തുടങ്ങി. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണ. ഇതിൽ ആദ്യം കടുക് താളിച്ചിട്ടാണ് തുടങ്ങുന്നത്. കടുക് 1 ടീസ്പൂൺ കടുക്, പച്ചമുളക്, കറിവേപ്പില, എല്ലാ കാര്യങ്ങളുമായി
അപ്പോൾ താളിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതെ. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരും. ഇതാണോ ആദ്യം ഇടുന്നത്? ആദ്യം നമ്മൾ ഇടുന്നത് വെണ്ടയ്ക്ക. ഇതിപ്പോൾ എത്ര വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു? 4 വെണ്ടയ്ക്ക. 4 വെണ്ടയ്ക്ക, ഒരു സവാള, ഒരു ചെറുത്. ഇത് രണ്ടുമാണ് ആദ്യം ഇടുന്നത്. പച്ചമുളകും ഉണ്ട്. വെണ്ടയ്ക്കായും സവാള. ഒരു 2 പച്ചമുളകും 3 ഒരു 3 പച്ചമുളക്, 4 വെണ്ടയ്ക്ക, ഒരു ചെറിയ സവാള. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ട പീസസ്. ഇതിങ്ങനെ താളിച്ചിട്ട് വഴറ്റും. തക്കാളി, മറ്റു കഷ്ണങ്ങളെല്ലാം ഇതിന് ചേർക്കേണ്ട. ഉരുളക്കിഴങ്ങ്, കത്തിരിക്ക, തടിയങ്ക, വെള്ളരിക്ക, പടവലങ്ങ, എല്ലാ ഐറ്റം പച്ചക്കറിയും ഇവിടെ ചേർന്നാണ് ഇടുന്നത്. ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ലേ? ഒരു ടൊമാറ്റോ എത്ര ഉണ്ടാവും? അതും നല്ല ഒരെണ്ണം വലുതാണെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ 2. പിന്നെ ഇത് നോക്കിയ വഴുതനങ്ങ ഉണ്ട്. വഴുതനങ്ങ, തടിയങ്ക, പടവലങ്ങ, ഓരോ ചെറിയ പീസ്. അതായത് അരക്കപ്പ് ചേർത്താൽ മതി. അതെ. വെള്ളരിക്ക, തടിയങ്ക, പിന്നെ വെണ്ടയ്ക്ക ഓൾറെഡി ഇട്ടു, വഴുതനങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെന്തുണ്ട് ഇതിനകത്ത്? ഉരുളക്കിഴങ്ങ്, ടൊമാറ്റോ, ഇത്രയും കാര്യങ്ങൾ. ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം 2-3 മിനിറ്റ്. ഇതിനകത്ത് കൊച്ചുള്ളി ചേർക്കുന്നു. ഏകദേശം ഒരു 10-20 ഉണ്ടോ? ഇല്ല, 15. അല്ല, ഒരു 10-15 കൊച്ചുള്ളി. ഇനി നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി. അല്പം മഞ്ഞൾപ്പൊടി. ഇത് വഴറ്റി വേവിക്കുന്ന ഒരു രീതിയാണ് അല്ലേ? മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അല്പം ഉപ്പ്. സാമ്പാറിന്റെ വഴറ്റലാണ് നടക്കുന്നത്. ഇതിങ്ങനെ സാധാരണ ആരും ചെയ്യാറില്ല. ചെയ്യത്തില്ല. വഴറ്റി ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ആണ്. ഇങ്ങനെ ഈ രീതിയിൽ പച്ചക്കറികളൊക്കെ വഴറ്റിയിട്ടുള്ള സാമ്പാർ ആരും ചെയ്യുന്നതല്ല. ഞാനും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അത് ഇവിടുത്തെ ഓമല്ലൂർ സ്പെഷ്യലാണ് നോർമലി പറഞ്ഞാൽ. പക്ഷെ അതിൻ്റെ സ്വാദാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്. വെള്ളത്തിൽ വേവിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളത്തോട് കൂടി. എത്ര പരിപ്പായത്? ഇത് നാഴി വെച്ച് പറയുകയാണെങ്കിൽ 250. ഓക്കെ, 250 ഗ്രാം സാമ്പാർ പരിപ്പ് കൂടെ റെഡിയാണ്. അത് നല്ലപോലെ വെള്ളത്തിൽ വേവിച്ച് തന്നെ ഉടയുന്ന, അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഉടയ്ക്കുന്നല്ല. അത്ര നന്നായിട്ട് വേകും. അപ്പൊ ഇതിലിപ്പോ ടൊമാറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു കിഴി കഴിപ്പങ്ങ് പോകും അല്ലേ? വെണ്ടയ്ക്കയുടെ എല്ലാം. നമ്മളാണെങ്കിലും വെണ്ടയ്ക്ക പുളി വെള്ളത്തില് ആ സമയത്ത് ഇടുള്ളൂ, പുളി ഒഴിച്ചു കഴിഞ്ഞിട്ട്. ട്രിവാൻഡ്രം സ്റ്റൈല്. ഇത് ഇവിടുത്തെ സ്റ്റൈലാണ്. എല്ലാ പച്ചക്കറികളും ഗ്ലാമർ. ഇനി ഒരു ശകലം മുളക് പൊടിയും കൂടി ഇടും. അല്ലേ? ഓക്കെ. എത്ര ഇടുന്നത്? 2 സ്പൂൺ. ഓക്കെ. ഇതിപ്പോ 2 സ്പൂണും കൂടി ചേർത്ത് 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം. അപ്പൊ അതിന്റെ ഹീപ്ഡ് ആയിട്ടാണ് ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ മുളക് പൊടി വേണം. ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിന്റെ പൊടി. അതിന്റെ ഒരു ഗുണം, മുളക് പോയിട്ടതിന്റെ കാര്യം, അതിന്റെ ആ പച്ച ചുവയൊക്കെ മാറും. ഓക്കെ. അപ്പൊ ഇത് വറുത്ത മുളക് പോലെ ആയി. സാധനം പച്ചക്കിടുന്നില്ലല്ലോ, വഴറ്റിയല്ലേ ചേർക്കും. ഇനി നമ്മൾ ഇത് വെള്ളം ചേർക്കുക. പരിപ്പ് വേവിച്ച കട്ടിയായിട്ട് ഇത് 250 ഗ്രാം പരിപ്പ് വേവിച്ച് വെള്ളത്തോടു കൂടി ഒഴിക്കാൻ പോകുന്നു. ആ വെള്ളത്തിൽ അത് വെന്തോളും. അടിപൊളി, കാണാൻ നല്ല ലുക്ക്. ചൂടുവെള്ളം. ഇതിലിപ്പോ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, കാരണം മല്ലിപ്പൊടി ഓൾറെഡി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ആയതുകൊണ്ട്, അതുകൊണ്ട് പിന്നെ ചേർത്താലും മതി. ഇനി നമുക്ക് മല്ലിപ്പൊടിയുടെ ചേർക്കാം. ഇനി മല്ലിപ്പൊടി ചേർക്കുന്നു. അത് എത്ര? ഈ പറയുന്ന നല്ല 1.5 ടേബിൾ സ്പൂൺ ആണോ? ഇതിപ്പോ ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ പറയാം അല്ലേ? 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കും. ചെറുതായിട്ടൊന്ന് വറുത്ത മല്ലിപ്പൊടിയാണ്, ചെറിയതായിട്ട് ഒന്ന് ചൂടാക്കിയതാ. ഇനി ഒന്ന് വേഗട്ടെ. ഇനി വേറെ ഒന്നും ഇപ്പൊ ഇനിയും നമ്മൾ തോന്നിയ കൊട്ടിയായാൽ അല്പം ചൂടുവെള്ളം ചേർക്കും. അതെ, ഇത് കട്ടി കൂടിയെന്ന് തോന്നുമ്പോൾ ചൂടുവെള്ളം. ചൂട് വേവാനുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ. അതെ, ഇത് ഇതിൽ വെന്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. എന്തായാലും ഇച്ചിരി വെള്ളം കൂടി ചേർക്കേണ്ടി വരും. ഇതിപ്പോ നല്ല തിക്കായിട്ടായിരിക്കുന്നത്. ഇവിടത്തെ സാമ്പാറിനൊരു തിക്ക കട്ടി സാമ്പാറല്ലേ? ഇവിടുത്തെ സാമ്പാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സദ്യക്ക് വിളമ്പുമ്പോൾ അവിടെ തന്നെ നിൽക്കണം, അതോടി പോരുത്. കട്ടി സാമ്പാറാണ്. അതുകൊണ്ടാണ് അധികം വെള്ളം ചേർക്കാതെ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. തുമര വേവിക്കുന്നത് തന്നെ രുചിയും അതിലാണ് വേവുന്നത്. ശരി.
സാമ്പാറും സ്പെഷ്യൽ കൊള്ളാലോ. ഇനി ഇത് വെന്ത് അത് വെന്ത് നമ്മൾ ഉലുവാപ്പൊടി കായപ്പൊടി പിന്നൊന്നുമില്ല. ഇവിടെ എല്ലാം റിവേഴ്സ് ആണ്. നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കിയിട്ട് പിന്നീടാണ് താളിക്കുന്നത്. ഇവിടെ താളിച്ചു കഴിഞ്ഞിട്ടാണ് സാമ്പാറൊക്കെ. സാമ്പാറെന്ന് മാത്രമല്ല ഇപ്പൊ കണ്ട എല്ലാ അതെന്താ കാര്യം അറിയോ, അത് അവിടുത്തെ ഒരു രീതി ഞാൻ പറയാം. പട്ടന്മാരുടെ ഒരു രീതി അതാ, പോറ്റിമാരുടെ. അവരെങ്ങനെയാ എല്ലാ സാധനവും തലേദിവസം ഉണ്ടാക്കുന്നതായാലും ശരി, അച്ചാറുകൾ ഉണ്ടാക്കുന്നതായാലും ശരി, എല്ലാം ഉണ്ടാക്കി വെക്കും. വെച്ചിട്ട് ആ കല്യാണം അന്ന് രാവിലെ ഇതിനെല്ലാം കൂടെ ഒറ്റ കടുവറപ്പാണ്. അങ്ങനെ തന്നെ കടുവറക്കൽ ഒന്നിച്ച് കടുവ എല്ലാത്തിലും ഇങ്ങനെ ഇടും. അത് അവരുടെ ഒരു രീതിയാണ്. അതെ, ബ്രാഹ്മിൻസിന്റെ രീതിയാണ്. അത് ബ്രാഹ്മിൻ പാചകക്കാരാണെങ്കിൽ അവരുടെ ഒരു വലിയ ഫംഗ്ഷനൊക്കെ അങ്ങനെ ചെയ്യും. ഇവിടെ ആദ്യം ഇങ്ങനെ തുടക്കത്തിലെ കടുവറുത്ത് അങ്ങനെ ഒരു രീതിയിലാണ് ആണ്. ഞങ്ങൾ അതിന് പ്രത്യേകിച്ച് തന്നെ കാരണം എന്താ അറിയോ, നമ്മൾ പച്ചടിക്ക് കടുവ് ഇറക്കുമ്പോ അതിനൽപ്പം ജീരകം ചേർക്കണം, മുഴുവൻ ജീരകം. അപ്പൊ എല്ലാത്തിനും കൂടെ ഒന്നിച്ച് കടുവ് വറുത്താൽ വരത്തില്ലല്ലോ. അതെ അതെ ഇടും. ഇഞ്ചി ചേർക്കും അല്ലേ? അതുകൊണ്ട് ഓരോന്നിനും അതെ. ഇപ്പൊ നമ്മൾ അവസാനം ഈ കടുവ ഇറക്കുന്ന പറഞ്ഞാൽ പരിപ്പ് അതിന് അവസാനം കടുവറക്കും. ഞങ്ങളുടെ ഇവിടെ കടുവറക്കത്തില്ല, നെയ്യ് ഒഴിക്കത്തേ ഉള്ളൂ. ഇവിടെ കടുവറക്കും പച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ഇവിടെ നെയ്യ് ഇറക്കും, പക്ഷെ കടുവറക്കും. പരിപ്പ് വ്യത്യാസം ഉണ്ടോ? തൃശ്ശൂരാണെങ്കിൽ പരിപ്പ് ഇങ്ങനെ കട്ടി, അത് പച്ചടിക്ക് പകരം വെച്ചേക്കുള്ളൂ. അവിടെ നമ്മൾ ചെന്നാലേ പരിപ്പിന് നോക്കിയിരിക്കും, നമുക്കറിയില്ല പരിപ്പ് ഒഴിക്കുന്നതല്ല, അവിടെ തൊട്ടുകറി പോലെയാണ്. കാളനൊക്കെ വെക്കുന്ന ഇങ്ങനെ കട്ടിക്ക് അതേ ശകലം നെയ്യും വെച്ചേക്കും. ഓ ശരി, കൊള്ളാം. പല സ്ഥലത്തും പല രീതികള്, ഓരോ സ്ഥലത്തും അതിന്റെ പ്രത്യേകതയാണ്. തിളച്ചു തുടങ്ങി, തിളയ്ക്കുന്നു. ഓക്കെ, തിള വന്നു. ഇനി പീസസ് നന്നായി വെന്ത് കഴിഞ്ഞിട്ട് പുളി ചേർക്കാം അല്ലേ? ഓക്കെ, ഒരു ചെറിയ നെല്ലിക്ക, ഒരു നെല്ലിക്ക വലിപ്പത്തില്ലേ? അതെ അതെ, അത് പുളി പിഴിഞ്ഞ് നമ്മൾ വെച്ചിരിക്കും. വെച്ചേക്കുന്നുണ്ട് നമ്മളൊരു ആവശ്യാനുസരണം ഒഴിക്കുക. ഇതുപോലെ ഒരു തവി കറക്റ്റ് ഒരു വലിയ നെല്ലിക്കയുടെ ആണ്. വലിയ എക്സ്പെർട്ടാണ് കേട്ടോ മിനി ചേച്ചിയും പാചകത്തെ. അയ്യോ, എല്ലാം അറിയാം, ഭയങ്കര നന്നായിട്ടുണ്ടാക്കും. ഇവിടത്തെ രീതി പൊതുവെ പാചകം വളരെ നല്ലതാണ്. ഈ അതിന്റെ ഒരു പ്രത്യേകത പറയാം, ഈ മധ്യതിരുവിതാംകൂർ ആണല്ലോ ഇവിടെ. അതെ, ഇവിടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാചകമാണ് നമ്മുടെ. അതാണ് ഓമല്ലൂരിന്റെ പ്രത്യേകത, മധ്യതിരുവിതാംകൂറിന്റെ പ്രത്യേകത, ആറന്മുളയുടെയും ഓമല്ലൂരിന്റെ ഒക്കെ പ്രത്യേകത. ഈ മധ്യ തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ ഭാഷയുടെ കാര്യത്തിലും അതെ, എല്ലാവരും സമ്മതിക്കുന്ന ഒരു ന്യൂട്രൽ ഭാഷയാണ്. നല്ല വരമൊഴിയാണ് നമ്മുടെ ആണല്ലേ? വരമൊഴി മാവേലിക്കര താലൂക്കാണ്, ശുദ്ധ മലയാളം. ഇപ്പൊ പിന്നെ ആ ഒരു ഇത് മാറിയിട്ട് ആരുടെ മാതൃഭാഷ ഏതോ അത് തന്നെ പറയുക എന്നുള്ള രീതിയാണ്. പക്ഷെ എന്റെ അമ്മയൊക്കെ മാവേലിക്കര ഭാഷയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ശുദ്ധമായത് കൊറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അല്ല, എഴുത്ത് പറഞ്ഞാൽ എഴുത്ത് ലിപി പോലെ തന്നെ സംസാരിക്കുന്ന ഒരു ഭാഷ മധ്യതിരുവിതാംകൂർ. കാരണം തിരുവനന്തപുരത്തോട്ടുള്ള വ്യത്യാസം, എറണാകുളത്തോട്ട് ചെന്നാല്, തൃശ്ശൂരൊക്കെ കോഴിക്കോട് ചെന്നാല് എല്ലാം അവരുടെ പ്രാദേശികമായ ഭാഷകളാണ്. പലതും നമുക്ക് ചീത്തയായിട്ട് തോന്നും. അങ്ങനെയൊക്കെയുള്ള മധ്യ തിരുവിതാംകൂറിന്റെ ന്യൂട്രൽ ആയിട്ടുള്ള ഈ അച്ചടി ഭാഷ എഴുതുന്ന ഭാഷ തന്നെയാണ്. അതിന് ഒരു നീട്ടലും കുറുക്കലും ഇല്ല, നല്ല മലയാളമാണ്, എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ പാചകം ഓമല്ലൂര് വിട്ടു തരില്ല, അവര് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിക്കുകയാണ്. ഇവിടുത്തെ പാചകം, ഇവിടുത്തെ ഭാഷ എല്ലാം കൊണ്ടും ലാംഗ്വേജ് നമ്മൾ തോറ്റു. സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം എന്തോ നല്ല കുറുകി കഴിഞ്ഞു. ഇനി നമ്മൾ അല്പം ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ. അതെ, 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം അല്ലേ ഉലുവാപ്പൊടി. ഇനി കായപ്പൊടി ചേർക്കണം, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഓക്കെ, നല്ല മണം. ഇനി പ്രത്യേകിച്ച് ഒരു താളിപ്പൊന്നുമില്ല, ഇത് തന്നെയാണ് ആദ്യമേ താളിച്ച് ചേർക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാമ്പാർ. ഓമല്ലൂർ അവിടെ ഇരിക്കണം. ഇതിപ്പോ ഇരുന്ന് തണുത്ത് കഴിയുമ്പോഴേ താളിപ്പില്ല, പക്ഷെ ഒരല്പം പച്ച വെളിച്ചെണ്ണ. കാരണം അവന്റെ രുചി ഒന്ന് വേറെ. അതെ,
ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് വേറെയാണ് രുചി. യെസ്, അടച്ചിട്ട് അങ്ങ് അടച്ചിടണം അല്ലേ? അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി അങ്ങനെ ഇലയിലൊഴിച്ചാൽ അവിടെ ഇരിക്കും. ഓക്കെ, ഇതാണ് ഓമല്ലൂർ സ്പെഷ്യൽ സാമ്പാർ. എന്ത് അഭിമാനത്തോടു കൂടിയാണ് രണ്ടുപേരും പ്രസന്റ് ചെയ്യുന്നത്. ഓമല്ലൂരുകാരാണ്. ഞാനും ഓമല്ലൂരുകാരിയാണെങ്കിൽ ഞാൻ രണ്ടിൻ്റെ ഇടയ്ക്കാണ്. തിരുവനന്തപുരം ഓമല്ലൂരും കൂട്ടത്തിൽ ഒരു മാവേലിക്കരയുണ്ട്. എന്താ വേണം, രക്ഷയില്ല, സൂപ്പർ. ഇത് നല്ല കുറുകിയ സാമ്പാർ. ഇതിങ്ങനെ ഇലയിൽ ചോറിലൊഴിച്ചാൽ അങ്ങനെ, അതാണ് ഇവിടുത്തെ ഒരു രീതി. ഗംഭീരമായിട്ടുണ്ട്. ഞാൻ സാമ്പാർ കഴിക്കുന്ന ആളല്ല, പക്ഷേ മണം എല്ലാം കഴിയുമ്പോൾ എന്തെങ്കിലും ടേസ്റ്റിയാണ് പോകുന്നത്. അടിപൊളി, എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ സാമ്പാറിന്. പറഞ്ഞല്ലോ നേരത്തെ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സാധനമാണ് അത്. സത്യമാണ് കേട്ടോ. അയ്യോ രക്ഷ, നല്ല സ്പൈസിയാണ്, അത്യാവശ്യം നല്ല എരിവുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല സമം. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് ഉണ്ടാക്കാൻ മറക്കണ്ട. ഇത് അടിപൊളി സാമ്പാർ, ഓമല്ലൂർ സാമ്പാർ. അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച്. മിനി ചേച്ചി ഇന്ന് സപ്പോർട്ട്. ഇവിടെ സാമ്പാർ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു രക്ഷയില്ലല്ലോ, മണവും അതിൻ്റെ ഒരു ടെക്സ്ചറും കളറും രുചിയും. മണത്തിലുണ്ട് ആ രുചി കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ലേ, ആ കൂട്ടത്തിൽ. ഇവിടെ മല്ലിയിലയുടെ പ്രയോഗമില്ല ഇവിടുത്തെ സാമ്പാറിന്. സദ്യക്കൊന്നും പ്രത്യേകിച്ച് ഒട്ടുമില്ല. ഇവിടുത്തെ രീതിയല്ല മല്ലിയില. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്.